ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ചേലക്കര പുതുപ്പാലത്തിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് കത്ത് നൽകി 21-ാം വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ. നമസ്കാരം. ചേലക്കര ഗ്രാമപഞ്ചായത്ത് കൂടി പോകുന്ന പ്ലാഴി വാഴക്കോട് റോഡിൻ്റെ 105 കോടി രൂപ ചെലവിട്ടിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ആ നിർമ്മാണ സമയത്ത് അതിനു മുന്നേ വലിയൊരു പ്രതീക്ഷയായിരുന്നു ചേലക്കരയിലെ ജനങ്ങൾക്കുള്ള നല്ല റോഡും അതുപോലെ തന്നെ വെളിച്ചവും ഹൈമാസ് ലൈറ്റുകളും ഉൾപ്പെടെ വലിയൊരു സ്വപ്നമായിരുന്നു ചേലക്കരയിൽ ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾക്കും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് റോഡിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷയ്ക്കൊത്ത് അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വലിയൊരു ദുരന്തത്തിന് വഴി വെച്ചുകൊണ്ടാണ് ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് മണ്ണ് നമ്മുടെ ചേലക്കര ടൗണിനോട് ചേർന്ന് പുതുപ്പാലത്ത് പാടത്ത് മണ്ണ് വലിയ രീതിയിൽ കൂട്ടിയിട്ടിരിക്കുക. വലിയൊരു മൺമലയാണ് അവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. അത് നീക്കണം എന്ന് പലപ്പോഴും അധികാരികളോട് നേരിട്ടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായി. പക്ഷെ അതിനൊന്നും ഇന്ന് വരെ ഒരു നടപടിയെടുക്കാൻ ആരും തന്നെ തയ്യാറായില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സംഭവമാണ്. കഴിഞ്ഞ വെള്ളപ്പൊക്കം നമ്മളെല്ലാം വളരെ ഇതായിട്ട് ചിന്തിച്ചു. റോഡ് വന്നു, പുതുപ്പാലം വളരെ വീതിയോട് കൂടിയിട്ട് പാലം പണിതു. അപ്പോൾ ഇനി വെള്ളക്കെട്ട് ഉണ്ടാവില്ല, വെള്ളം വീടുകളിലേക്ക് കയറില്ല എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ മഴക്കാലത്ത് വലിയ തോതിലാണ് ചേലക്കര ടൗണിൽ വെള്ളം കയറി ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. പക്ഷേ അതിന് പ്രധാനമായൊരു കാരണം ഈ മൺകൂനയാണ്, മൺമലയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആയതുകൊണ്ടാണ് അതിനുശേഷം പലപ്പോഴായി നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അത് ഇന്ന് വരെ നീക്കം ചെയ്തിട്ടില്ല. KSPT ആയും EKK ആയും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ അന്വേഷിച്ചിടത്തോളം ഇതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞു. അത് ലേലം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടുപോകാൻ ചില സാങ്കേതിക തടസ്സങ്ങളാണ് പറഞ്ഞുകൊണ്ടാണ് നീട്ടിപ്പോകുന്നത്. വീണ്ടും ഒരു മഴ വന്ന് ചേലക്കരക്കാർക്ക് ഒരു ദുരന്തം സമ്മാനിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി അധികാരികൾ എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ ജില്ലാ കളക്ടറും ഉൾപ്പെടെ എല്ലാവർക്കും ഞാൻ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഉടനടി നടപ്പിലാക്കണം. ആ മണ്ണ് അവിടെ നിന്ന് മാറ്റി ചേലക്കരയിലെ ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.